Good morning, ma'am. Yes, good morning. Okay. റെഡിയാണല്ലോ എല്ലാവരും? മെഡിക്കൽ റെക്കോർഡ്സിന്റെ ചാപ്റ്റർ ഒക്കെ വെച്ചോണ്ടിരിക്കല്ലേ? എടുത്തോ? ഓക്കെ. നമ്മള് ഇവിടെ വരെ പറഞ്ഞു നിർത്തിയത് ഓർമ്മയുണ്ടോ? Filling methods and the storage of medical records straight to numeric filling വരെ. ഫയലിംഗ് മെത്തേഡുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. അതായത് നമ്മുടെ മെഡിക്കൽ റെക്കോർഡുകളൊക്കെ സ്റ്റോർ ചെയ്യുകയും ഫയൽ ചെയ്യുകയും ചെയ്യുന്ന രീതികളാണ്. അപ്പൊ ഈ പറയുന്ന രീതികളൊക്കെ ഏതെങ്കിലുമൊക്കെ രീതികളൊക്കെ ഫോളോ ചെയ്തിട്ടായിരിക്കും മെഡിക്കൽ റെക്കോർഡുകളൊക്കെ ഫയൽ ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ അതിന് ഒരു പ്രത്യേക രീതിയിൽ ഏതെങ്കിലും ഒരു പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്താൽ മാത്രമാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് റെക്കോർഡ് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചാലും അല്ല നമ്മൾ മാനുവൽ ആയിട്ടുള്ള റെക്കോർഡുകളിൽ സൂക്ഷിച്ചാലും എല്ലാത്തിനും ഒരു സ്റ്റോറിങ് അല്ലെങ്കിൽ ഫയലിങ്ങിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക രീതി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ രീതികൾ 5 രീതികളാണ് നമ്മൾ പറഞ്ഞത്. 5 രീതികളിൽ 2 നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം, യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം അല്ലെ, 5 ഉണ്ട്. അടുത്തത് സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗും ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗും മിഡിൽ ഡിജിറ്റ് ഫയലിംഗും ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് ഈ സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞത്? പ്രധാനമായിട്ടും അതിനകത്ത് അറിഞ്ഞിരിക്കുക എങ്ങനെയാണ് ഈ സീരിയൽ നമ്പറിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ ഒരു പേഷ്യന്റ് when they are going to the hospital on each occasion, ഓരോ സമയത്തും അവര് ഒരു ഹോസ്പിറ്റലിൽ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത്, ട്രീറ്റ്മെന്റിന് വേണ്ടി പോകുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു നമ്പർ, സീരിയൽ നമ്പറിംഗ് കൊടുത്തിരിക്കുകയാണ്. 1 ആദ്യത്തെ പേഷ്യന്റ് വന്നു, 1 നമ്പർ ഇട്ടു, പിന്നെ 2, 3, 4 അങ്ങനെയൊക്കെ നമ്പർ ഇട്ട് കൊടുക്കും. അപ്പൊ ഓരോ പ്രാവശ്യവും അവർ എത്ര പ്രാവശ്യം എന്താ പറയാ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുവോ അതനുസരിച്ച് വീണ്ടും സീരിയൽ നമ്പർ ഇങ്ങനെ വീണ്ടും വന്നുകൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് ഒറ്റ നമ്പർ അല്ല അവിടെ പ്രൊവൈഡ് ചെയ്യുക. 3 പ്രാവശ്യം ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വരുന്നതിൽ 3 പ്രാവശ്യം അവരുടെ നമ്പർ അവിടെ വന്നിരിക്കും. അപ്പൊ അവരുടെ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സിൽ ഓരോ പ്രാവശ്യവും ആ നമ്പറുകൾ അവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഓരോ നമ്പറുകൾ വരുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം എന്തായിരിക്കും അവരുടെ റെക്കോർഡ്സിലൊക്കെ പല സ്ഥലങ്ങളിലായിട്ടായിരിക്കും കിടക്കുക അല്ലെ. പല സ്ഥലങ്ങളിലായിരിക്കും, ചിലപ്പോൾ പല ഡിപ്പാർട്ട്മെന്റുകളായിരിക്കാം. അപ്പൊ ആസ് മെനി നമ്പർ ഓഫ് റെക്കോർഡ്സ് വിൽ ബി ഓപ്പൺഡ്. കുറെ നമ്പർ ഓഫ് റെക്കോർഡുകൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും ഓരോ യൂണിറ്റിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും അവർക്ക് കൊടുക്കുന്ന ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ അവിടെ റെക്കോർഡിൽ വന്നിട്ടുണ്ടായിരിക്കും. അതാണ് സീരിയൽ നമ്പറിംഗ് എന്ന് പറയുന്ന രീതി, അങ്ങനെ ഫയൽ ചെയ്യുന്ന രീതി. രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? രണ്ടാമത്തേത് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് ആണ്. യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ്, യൂണിറ്റ് എന്ന വാക്കിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കാം there will be only one record. ചുരുക്കി പറഞ്ഞാൽ ഇതിനകത്ത് ഒരു റെക്കോർഡേ ഉള്ളൂ. ഒരു ഫോൾഡറിൽ ഒരു യൂണിറ്റ് നമ്പറിൽ എന്ത് ചെയ്യുന്നു പേഷ്യന്റിന് കിട്ടുന്ന കെയറുകളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ. അപ്പൊ ഇത് 2 നമ്മൾ പറഞ്ഞു തീർന്ന കാര്യമാണ്. അപ്പൊ ഓരോ പ്രാവശ്യം നമ്മൾ ഇപ്പൊ യൂണിറ്റ് നമ്പറിംഗിൽ പല പല സ്ഥലത്തൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം അവിടെ നിന്നെല്ലാം ഗ്യാദർ ചെയ്ത് ആ ഒരു രീതിയിൽ എല്ലായിടത്തു നിന്ന് ഡാറ്റാസ് ഒക്കെ ഗ്യാദർ ചെയ്ത് കൊണ്ടുവന്ന് ഇതെല്ലാം കൂടി ഒരു റെക്കോർഡാക്കി മാറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു യൂണിറ്റ് ഒരു ഫോൾഡർ അണ്ടർ 1 നമ്പർ, ഒരു നമ്പറിന്റെ കീഴിൽ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം എന്ന് വിളിക്കുക. ഇത് 2 മനസ്സിലായിരുന്നോ? ഇതുവരെ മനസ്സിലായോ? ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? യെസ്. നൗ തേർഡ് വൺ. അടുത്തത് സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ് ആണ്. സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗില് ഇവിടെ നമ്മുടെ ഡാറ്റാസ് റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു അക്യുറേറ്റ് രീതി എന്ന് കൂടി പറയാം. ഇതിന് കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട രീതിയാണ്. ഈ ആദ്യം പറഞ്ഞ 2 നിന്നും കുറച്ചുകൂടി എന്താ പറയാ നമുക്ക് നല്ല അക്യുറസി കാണാൻ പറ്റുന്ന രീതിയിലുള്ള റെക്കോർഡിംഗ് സിസ്റ്റം ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമ്പോ ഏതാണ്? സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ് ആണ്. കാരണം ഇവിടെ ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മുടെ മെഡിക്കൽ റെക്കോർഡുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? നമ്പർ അനുസരിച്ച് ഇട്ടുവെച്ചിട്ടുണ്ടായിരിക്കും. അതായത് അക്കോർഡിംഗ് ടു ടൈം, പേഷ്യൻസ് വരുന്നതിന്റെ സമയം, ഡേറ്റ്, മറ്റു കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്ത് ഒരു ക്രോണോളജിക്കൽ
ക്രോണോളജിക്കൽ ഓർഡറിൽ അവിടെ റെക്കോർഡുകൾ സൂക്ഷിക്കും. അങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ അവര് ഇത് മെഡിക്കൽ റെക്കോർഡുകൾക്ക് ഒരു പ്രത്യേക നമ്പറുകൾ പ്രൊവൈഡ് ചെയ്യും. ആ നമ്പറുകളുടെ ഒരു ഫോർമാറ്റ് ഏകദേശം നോക്കുക നിങ്ങൾക്ക് കാണാം. അവര് ഷെൽഫിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പഴയ സിസ്റ്റമാണ്. ഈ ഷെൽഫിൽ വെക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് റെക്കോർഡുകൾ മാനുവൽ ആയിട്ട് തയ്യാറാക്കി ഇങ്ങനെ റാക്കുകളിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. ഇന്ന നമ്പറുള്ള റെക്കോർഡ് വേണമെന്നുണ്ടെങ്കിൽ വേഗം പോയി അതങ്ങോട്ട് എടുക്കുക. ഓക്കെ, അപ്പൊ നമ്പർ ഇട്ട് സൂക്ഷിക്കുക. അപ്പൊ നമ്പറുകൾ ഇങ്ങനെയാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാകുക. 1 2 3 4 ആദ്യത്തെ കുറച്ച് ഡിജിറ്റ് വിൽ ബി സെയിം. എല്ലാ റെക്കോർഡ്സിന്റെ ആദ്യത്തെ കുറച്ച് നമ്പേഴ്സ് സെയിം ആയിരിക്കും. പിന്നെ വരുന്ന ലാസ്റ്റത്തെ 2 or 3 ഡിജിറ്റുകളൊക്കെ ഇങ്ങനെ റിപ്പീറ്റ്, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പർ, റിപ്പീറ്റ് അല്ല കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആയിട്ട് കാണിക്കും. എന്താ കോൺസിക്യൂട്ടീവ്? തുടർച്ചയായ സംഖ്യകൾ 10 11 കേട്ടോ. 1 2 3 4 കഴിഞ്ഞ് പിന്നെ 10 ആകാം, 1 2 3 4 11 ആകാം, 1 2 3 4 12. അങ്ങനെ കോൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്ന രീതിയാണ് ഏത് സ്ട്രേറ്റ് ന്യൂമറിക് എന്ന് പറയുന്ന ഫയലിംഗ് സിസ്റ്റം. ഇത് വളരെ ഈസിയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു പ്രത്യേക രജിസ്റ്റർ തന്നെ റെക്കോർഡ് തന്നെ എടുത്ത് ഫുൾ ഔട്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് റിട്ടേൺ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. കാരണം അതില് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള തുടർച്ചയായ നമ്പർ ആണ് കറക്റ്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് എപ്പോ വേണമെങ്കിലും ഏത് പർപ്പസിന് വേണമെങ്കിലും നമുക്ക് ആ റെക്കോർഡ്സ് ഫുൾ ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ക്ലിയർ ആയോ? സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ് മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? മനസ്സിലാവാത്തതുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞാലാണ് നമുക്ക്, അല്ലെങ്കിൽ അവിടെ നിന്ന് പോയി അടുത്തയിലേക്ക് ചാടി നിൽക്കുമ്പോ അവിടെ അപ്പൊ പറയേണ്ടത് മേഡം ഒന്നുകൂടി പറയുമെന്ന് കേട്ടാ. അപ്പൊ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നും കൂടി അറിയാൻ കൂടി വേണ്ടിട്ടാ അപ്പൊ തന്നെ പറയാൻ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ? ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ആണ്. ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടി സിമ്പിൾ ആൻഡ് എക്സാക്ട് മെത്തേഡാണ്. അക്യുറസിയുടെ കാര്യത്തിൽ ഇങ്ങനെ തഴകി പോകുമ്പോൾ എന്താ പറയാ കൂടുതൽ നമുക്കറിയാം ഏതെങ്കിലും രീതിയിലുള്ള റെക്കോർഡിംഗ് സിസ്റ്റത്തിനും എന്താ പറയാ അല്ലെങ്കിൽ ഫയലിംഗ് സിസ്റ്റത്തിന് എന്തെങ്കിലും ഫോൾട്ടുകൾ അനുഭവപ്പെടുമ്പോഴായിരിക്കും നമുക്ക് മറ്റൊരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുക അല്ലെ. അപ്പോ ഈ സീരിയൽ നമ്പറിങ്ങിന്റെയും യൂണിറ്റ് നമ്പറിങ്ങിന്റെയും ഡ്രോബാക്കുകൾ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം പുതിയ രീതിയിൽ വീണ്ടും മെത്തേഡുകൾ ഈ ഫയലിംഗിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സ്ട്രേറ്റ് ന്യൂമറിക് വന്നു. പിന്നീട് വീണ്ടും അതിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ കൊണ്ടുവന്ന് കുറച്ചുകൂടി എന്താ പറയാ അക്യുറസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് കൊണ്ടുവന്നു. അത് കുറച്ചുകൂടി സിമ്പിൾ ആണ്. ഇവിടെ എന്താണെന്ന് അറിയാമോ? ഇവിടെ ഒരു 6 ഡിജിറ്റ് നമ്പേഴ്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു 6 അക്ക സംഖ്യ. ഈ 6 അക്ക സംഖ്യകളെ 2 ഡിജിറ്റ്സ് വീതം സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഹൈഫൺ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യും. ഹൈഫൺ ഇട്ടിട്ട്, ഹൈഫൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെറിയ വര. ഇപ്പൊ 68 35 12 എന്ന് എഴുതാണ്. 68 കഴിയുമ്പോൾ ഒരു ഹൈഫൺ, 35 കഴിയുമ്പോൾ ഒരു ഹൈഫൺ, 12. അങ്ങനെ ഈ 6 ഡിജിറ്റ് നമ്പേഴ്സിനെ 3 പാർട്സ് ആയിട്ട് 3 ഭാഗങ്ങളായി തിരിക്കാൻ വേണ്ടിയിട്ട് 2 ഹൈഫൺസ് എന്ത് ചെയ്യുന്നു? ഇടയിൽ ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ 2 ഡിജിറ്റ് വീതമുള്ള 3 പാർട്സ് ആയിട്ട് തിരിച്ച് 6 അക്ക സംഖ്യ ഡിവൈഡ് ചെയ്ത് എഴുതുന്ന രീതിയാണ് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഫയൽ ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേകതയുണ്ട്. ഈ നമ്പറുകൾ നമ്മൾ ആ ഇങ്ങനെ ഡിജിറ്റ് ഹൈഫണിട്ട് ഇങ്ങനെ എഴുതിയില്ലേ? 68 35 12 എഴുതിയില്ലേ? 68നും 35നും 12നും ഒക്കെ ഒരു പേരുണ്ട്. ആ പേരുകൾ ഇങ്ങനെയാണ്: പ്രൈമറി, സെക്കൻഡറി, തേഴ്സറി എന്നാണ്. പ്രൈമറി, സെക്കൻഡറി, തേഴ്സറി സംഖ്യകളാണ് ഈ ഓരോ ഗ്രൂപ്പ് ഓഫ് ഡിജിറ്റുകൾ. 2 വീതമുള്ള ഡിജിറ്റ് ആണല്ലോ. അത് പ്രൈമറി, തേഴ്സറി, സെക്കൻഡറി എന്ന് പറയുന്നു. പ്രൈമറി, സെക്കൻഡറി, തേഴ്സറി എന്ന് പറയുന്ന അറിയില്ല. പ്രൈമറി എന്ന് പറഞ്ഞാൽ പ്രാഥമികം ആദ്യത്തെ, സെക്കൻഡറി രണ്ടാമത്തേത്, തേഴ്സറി മീൻസ് മൂന്നാമത്തെ, തൃതീയം എന്നൊക്കെ മലയാളത്തിൽ അങ്ങനെയൊക്കെ വാക്കുകളുണ്ട്. അപ്പൊ ഈ രീതിയിലാണ്. പക്ഷെ അത് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിക്കാണ് പ്രത്യേകത. പ്രൈമറി, സെക്കൻഡറി, തേഴ്സറി ആയിട്ട് അങ്ങനെ ഓർഡറിലല്ല. അതായത് ഇപ്പൊ നമ്മളൊരു സംഖ്യ 68 35 12 68 എന്ന് പറയുന്നത് പ്രൈമറി, രണ്ടാമത് കിടക്കുന്നത് സെക്കൻഡറി, മൂന്നാമത് കിടക്കുന്നത് തേഴ്സറി. അങ്ങനെയല്ല. ഈ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗിൽ അതങ്ങനെ എഴുതുന്നുണ്ടെങ്കിലും പ്രൈമറി, സെക്കൻഡറി, തേഴ്സറി എന്നാണ് അതിന്റെ പേരെങ്കിലും ആ ഡിജിറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഫോർമാറ്റിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ഈ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗിൽ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് TSP ഫോർമാറ്റിലാണ്. ഞാനിപ്പോ ഇത് കാണിക്കാം. TSP, T ഇത്, S ഇത്, P ഇത്. ദാറ്റ് മീൻസ് T tertiary, secondary and ഇത് പ്രൈമറി എന്ന് വെച്ചാൽ അവർ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ആദ്യത്തെ 2 ഡിജിറ്റുകൾ, അതായത് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള 2 ഡിജിറ്റുകൾ, അതായത് ഇവിടെ ഇതാണ് റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുമ്പോൾ ഏതാ? വലതുവശത്തെ അറ്റത്തുള്ളത് പ്രൈമറി, ഇത് സെക്കൻഡറി, ഇത് തേഴ്സറി. മനസ്സിലായോ? TSP. പക്ഷെ നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോ ഈ അറ്റത്തുനിന്നല്ലേ വായിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് TSP എന്ന്. ആ ഫോർമാറ്റിൽ എഴുതിയിരിക്കുന്നതായിരിക്കും ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്. അപ്പൊ നമുക്ക് അവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. ഓക്കെ, 12 34 56
13, 34, 56, 14, 34, 56 അങ്ങനെ തന്നിട്ടുണ്ട്. അതിൽ 13, 14, 15 എന്ന് പറയുന്ന ടെർസറി നമ്പർ മാത്രം, ആ ഡിജിറ്റുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ കോൺസിക്യൂട്ടീവ് ആയിട്ട് ചെയ്തിരിക്കുന്നത്, തുടർച്ചയായ സംഖ്യകളായിട്ട് ഇരിക്കുന്നത്. ബാക്കി രണ്ട് ഭാഗം, ദാറ്റ് മീൻസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സംഖ്യകൾ, സെക്കൻഡറിയും പ്രൈമറിയും അങ്ങനെ ഒരു കോൺസ്റ്റന്റ് വാല്യൂസ് ആയിട്ട് അവിടെ കാണിച്ചിരിക്കുകയാണ്. ആ രീതിയിൽ ഫയലുകൾക്ക് നമ്പർ കൊടുത്ത്, മെഡിക്കൽ റെക്കോർഡുകൾക്ക് നമ്പർ കൊടുത്ത് ഫയൽ ചെയ്യുന്ന ഒരു രീതി, അതാണ് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാ വായിക്കുന്നത്, പ്രൈമറി സെക്കൻഡറി ടെർസറി വിഭാഗങ്ങളായിട്ടാണ് ഈ മൂന്ന് എന്താ പറയാ പാർട്ടായിട്ട് നമ്മുടെ 6 ഡിജിറ്റ് നമ്പറുകളെ ഹൈഫൻ ഇട്ട് വേർതിരിച്ചിരിക്കുന്നത്. അതില് റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത്, ഈ അറ്റത്ത് വരുന്നത് ആ പ്രൈമറി, ഇത് സെക്കൻഡറി, ഇത് ടെർസറി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം TSP എന്ന് പറയാം. നമ്മൾ സാധാരണ വായിക്കുമ്പോ എങ്ങനെ വായിക്കാം, വലത്തുനിന്ന് ഇടത്തോട്ടല്ലല്ലോ വായിക്കണേ, ഇടത്തുനിന്ന് വലത്തോട്ടല്ലേ വായിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മുടെ TSP, അതായത് പ്രൈമറി സെക്കൻഡറി ടെർസറിയുടെ ഒരു എന്താ പറയാ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ വായിക്കുന്നത് പോലെ ആ രീതിയിൽ എഴുതുകയാണെങ്കിൽ അത് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ആണ്. ക്ലിയർ ആയോ, മനസ്സിലായോ? ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് മനസ്സിലായോ? മനസ്സിലായില്ല? ഇല്ല. എന്താണ് ഇതിനകത്ത് മനസ്സിലായത്? ഒന്നുകൂടി പറയാം. അതായത് ടെർമിനൽ ഡിജിറ്റ് ഇത് വളരെ സിമ്പിൾ ആണ്. ഇവരെ നേരത്തെ പറഞ്ഞവര് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. ഒരു 6 അക്ക സംഖ്യ കൊടുത്തേക്കുന്നു, 6 അക്ക സംഖ്യനെ 2 എണ്ണം വീതമുള്ള 3 ഡിജിറ്റ് ആക്കി മാറ്റി എന്ന് പറഞ്ഞത് മനസ്സിലായോ? 3 പാർട്ടാക്കി പറഞ്ഞത് മനസ്സിലായില്ലേ? അത് ക്ലിയർ ആണ്. ഓക്കെ, ആ 3 പാർട്ടാകുമ്പോ അതിന്റെ ഇടയിൽ 2 ഹൈഫൺ കൊടുത്തിരിക്കുന്നു. ആദ്യത്തെ 2 എണ്ണം കഴിഞ്ഞ് ഒരു ഹൈഫൺ, പിന്നത്തെ 2 എണ്ണം കഴിഞ്ഞ് ഒരു ഹൈഫൺ, പിന്നെ ഹൈഫൺ ഉണ്ടാകും. കാരണം 6 അക്ക സംഖ്യ അവിടെ തീർന്നു. ഈ 6 അക്ക സംഖ്യകളെ പ്രൈമറി, സെക്കൻഡറി, ടെർസറി, പ്രാഥമികം, ദ്വിതീയം, തൃതീയം എന്ന രീതിയിൽ ഇങ്ങനെ ആ വാക്കുകൾ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ അതിന്റെ ഷോർട്ട് ഫോം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പ്രൈമറിയുടെ P, സെക്കൻഡറിയുടെ S, ടെർസറിയുടെ T അങ്ങനെ ഉപയോഗിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ എഴുതുമ്പോ സംഖ്യ നമ്മൾ വായിക്കുമ്പോ എങ്ങനെ വരണം, ഏതാണ് ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ അറ്റത്ത് 3 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. ആദ്യത്തെ 2 ഡിജിറ്റ്, പിന്നത്തെ 2 ഡിജിറ്റ്, പിന്നത്തെ 2 ഡിജിറ്റ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഹൈഫൻ ഉണ്ട്. ഇത് പ്രൈമറി, ഇത് സെക്കൻഡറി, ഇത് ടെർസറി സംഖ്യ. അപ്പൊ നമ്മുടെ തന്നിരിക്കുന്ന ഒരു ഫോർമാറ്റ് 12, 34, 56. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ 12, 34, 56 ഏതാണ് പ്രൈമറി, ഏതാണ് സെക്കൻഡറി, ഏതാണ് ടെർസറി എന്ന് പറഞ്ഞേ. നിങ്ങൾ അതിന്റെ മുകളിൽ ആ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം ഒന്നും കൂടെ എഴുതി വെച്ചേ. ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഒരു ഗ്രൂപ്പിന്റെ 15, 34, 56 ഒരു എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. 12 എന്ന് പറയുന്നത് 12, 34, 56 TSP രീതിയിൽ ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത് പ്രൈമറി. അങ്ങനെയല്ലേ എഴുതിയിരിക്കണേ, പ്രൈമറി ഡിജിറ്റ്സ് ആർ ദ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ നമ്പർ. അപ്പൊ 12 ഏതാണ്, സെക്കൻഡറി 14 ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്ന ആരോ തെറ്റിയാണല്ലോ ടൈപ്പ് ചെയ്തത്. 12 ആണോ പ്രൈമറി വരേണ്ടത്? 12 ടെർസറിയാണ്. ഓക്കെ. ഇപ്പൊ ക്ലിയർ ആയോ? മനസ്സിലായോ? ഇപ്പൊ 56 പ്രൈമറി. ഇതേടാ ഇങ്ങനെ 12, 34, 56 ഇങ്ങനെ വിചാരിക്കും. 12, 34, 56 റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ എങ്ങനെ ഇരിക്കുന്നു, നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന സംഖ്യ 56 ആണ് കിടക്കുന്നത്. അത് പ്രൈമറി, അടുത്തത് സെക്കൻഡറി, ഇത് ടെർസറി. അപ്പൊ 12 ടെർസറിയാണ്. ആ ഒരു ഡിജിറ്റുകളുടെ മുകളിൽ ഒന്ന് ആ ഒരു എന്താ പറയാ ലെറ്റേഴ്സിന്റെ ആദ്യത്തെ വേർഡുകളുടെ ആദ്യത്തെ അക്ഷരം എഴുതി വെച്ചേ. 12ന്റെ മുകളിൽ T ഇടുക, 34ന്റെ മുകളിൽ S ഇടുക, 56ന്റെ മുകളിൽ P ഇടുക. ദാറ്റ്സ് ഓൾ. ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയാലും അടുത്തത് മനസ്സിലാകുള്ളൂ. ഇതിന്റെ ഒരു മറ്റൊരു ഫോർമാറ്റ് ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർമാറ്റ് ആണ് മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഇനി അടുത്തത് മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് ആണ്. മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് ഇതിന്റെ തന്നെ മറ്റൊരു വേർഷൻ ആണ്. അതിന് പകരം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, ഈ രീതി ഉപയോഗിക്കാം. ഇതും വേറൊരു രീതിയാണ്. അത് ഫോളോ ചെയ്യുന്നവർക്ക് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇങ്ങനെ മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് ഹാൻഡിൽ ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം. ഇവിടെയും ഇങ്ങനെ തന്നെ 6 അക്ക ഒരു നമ്പർ അലോട്ട് ചെയ്തിരിക്കുന്നു ഓരോ മെഡിക്കൽ റെക്കോർഡുകൾക്കും. ആൻഡ് അതിന്റെ ബിറ്റ്വീനിൽ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി 2 ഹൈഫൺസ് ഉപയോഗിച്ചിരിക്കുന്നു. പക്ഷെ ഇവിടെ നമ്മുടെ ആ ഒരു ഡിജിറ്റുകളുടെ ആ പ്രൈമറി, സെക്കൻഡറി, ടെർസറിക്ക് മാത്രം ഒരു എന്തുണ്ട്, ഒരു ഫോർമാറ്റിൽ വ്യത്യാസമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞത്
PSP അല്ലെങ്കിൽ ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ PST എന്ന് വായിക്കണം അല്ലെ. അതേസമയം അടുത്തതില് നമ്മുടെ മിഡിൽ ഡിജിറ്റ് ഫയലിംഗിൽ അത് വന്നിരിക്കുന്നത് SPT ആണ്. സെക്കൻഡറി അറ്റത്ത് വരും, ടേഴ്സറിയും അറ്റത്ത് വരും അല്ലെ. സെക്കൻഡറി എവിടെ വരുന്നത്? ഇടതുവശത്ത് അറ്റത്ത്. ടേഴ്സറി എവിടെ വരുന്നത്? വലതുവശത്ത് അറ്റത്ത്. നടുക്ക് വരുന്നത് സെക്കൻഡറി പ്രൈമറി ഡിജിറ്റ് ആയിരിക്കും. അപ്പൊ SPT ഫോർമാറ്റിലായിരിക്കും മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് വരിക. SPT. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു നമ്പറിന്റെ കൂടെ അവിടെ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. 47, 68, 96. 47, 68, 96 68 എന്താണ്? പെട്ടെന്ന് പറയാം. 47, 68, 96, 46, 68, 96. ഇതില് 48 ഏതിൽ പെടും? പ്രൈമറി. ഇപ്പൊ ക്ലിയർ ആയല്ലോ? ഐ തിങ്ക് സോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അന്ന് വേണമെങ്കിൽ അതിന്റെ മുകളിൽ നിന്ന് എഴുതി വെച്ചേക്ക് SPT. മറ്റേതില് PSP. അതാണ് PSP. ആദ്യത്തേല് ടെർമിനലിൽ പറഞ്ഞത്, അടുത്തതില് SPT. ആ ഫോർമാറ്റിലാണെന്ന് ഒന്ന് അവിടെ എഴുതിയൊന്ന് നിങ്ങൾ തന്നെ ആ നോട്ടിലൊന്ന് എഴുതി വെക്കുകയും അത് ഓർത്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആകും. മനസ്സിലായോ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ മിഡിൽ ഡിജിറ്റ് ഫയലിംഗില് രണ്ടാമത്തെ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. രണ്ടാമത്തെ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. മിഡിൽ ഡിജിറ്റ് ഫയലിംഗിൽ എങ്ങനെയാണ് നമ്പറുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗിൽ മൂന്നാമത്തെ പോയിന്റ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗിൽ മൂന്നാമത്തെ പോയിന്റ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. സ്ട്രേറ്റ് ന്യൂമറിക് മെത്തേഡിൽ രണ്ടാമത്തെ പോയിന്റ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഈ മൂന്ന് മെത്തേഡിലും ഇങ്ങനെ നമ്പറുകൾ നമുക്ക് എക്സാമ്പിൾസ് പോലെ തന്ന് അവർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുണ്ട് കേട്ടോ. വരച്ചോ സിമ്പിള്, നിസ്സാരം. ഓക്കെ. അടുത്തതും അതിനേക്കാളൊക്കെ ഇനിയും നിസ്സാരമാണ്. പക്ഷെ ഉണ്ടല്ല, ഇത് നിസ്സാരമായിരുന്നു. പക്ഷെ ഇവരിവിടെ ഈ തന്നിരിക്കുന്ന നോട്ട്സിൽ ആകെ നമ്മളെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിനെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഒന്ന് ശരിയാക്കാൻ പോകാം കേട്ടോ. അടുത്ത ഹെഡിങ് ഫോർമാറ്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. ഒത്തിരി എന്താണ്ടൊക്കെ പറ്റിയിട്ടുണ്ടായിന്. എന്തോ വായിച്ചപ്പോ നമുക്കൊരു സുഖം തോന്നിയില്ല. എന്തൊക്കെയോ പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ അതിനെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കറക്റ്റ് ആക്കുക. ഓക്കെ. നമ്മുടെ ഇനി മെഡിക്കൽ റെക്കോർഡുകളുടെ ഫോർമാറ്റുകൾ ഏതൊക്കെ ഫോർമാറ്റിലാണ് മെഡിക്കൽ റെക്കോർഡ് ഫയൽ ചെയ്യുന്ന സ്റ്റോർ ചെയ്യുന്ന രീതികളാണ് നമ്മൾ ആദ്യം പഠിച്ച സീരിയൽ നമ്പറിംഗ്, യൂണിറ്റ് നമ്പറിംഗ്, സ്ട്രേറ്റ് ന്യൂമറിക്, ടെർമിനൽ ഡിജിറ്റ്, മിഡിൽ ഡിജിറ്റ്. ക്ലിയർ ആണല്ലോ? 5 മെത്തേഡ് മനസ്സിലായല്ലോ? അടുത്തത് മെഡിക്കൽ റെക്കോർഡുകളുടെ ഫോർമാറ്റ്. പ്രധാനമായിട്ടും മെഡിക്കൽ റെക്കോർഡുകൾക്ക് 3 ഫോർമാറ്റ് ഉള്ളൂ. ആ 3 ഫോർമാറ്റിന്റെ പേര് ഞാൻ പറയാം. അപ്പൊ നിങ്ങളൊന്ന് ടിക്ക് ചെയ്യണേ. SOMR. അതിന്റെ അറ്റത്ത് ഒരു I ഉണ്ട്. I ഇല്ല. അത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബ്രാക്കറ്റ് ക്ലോസ് ആയില്ല. I എന്ന് പറഞ്ഞ ഒരു അക്ഷരമായിട്ട് അവിടെ വന്നു. ഒന്ന് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാമോ? I മാറ്റിയിട്ട് SOMR. സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സ്. അത്രേ ഉള്ളൂ. I എന്ന് പറയുന്നത് ഇല്ല അവിടെ. സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സ്. രണ്ടാമത്തേത് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സ്. അത് ഇവിടെ ക്ലിയർ ആയിട്ട് കിടക്കുന്നുണ്ട്. 2 നമ്പർ ഇട്ടോ. 1 സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് SOMR. 2 പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, അതിന്റെ POMR. അത് രണ്ടാമത്തെ. മൂന്നാമത്തേത് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ്. 3 നമ്പർ ഇടാം. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ അത്രേ ഉള്ളൂ. 3 ഫോർമാറ്റേ ഉള്ളൂ മെഡിക്കൽ റെക്കോർഡുകൾക്ക്. ക്ലിയർ? അടുത്തത് എന്താണ്ടൊക്കെ പറ്റിപ്പോയതാണ്. ഞാൻ തിരുത്താൻ പോവാണ് നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ അടുത്തതിന്റെ താഴെ കിടക്കുന്ന കുറെ പോയിന്റ് ഉണ്ടല്ലോ, അതൊന്നും ഇതിന്റെ ഫോർമാറ്റിൽ പെട്ടതല്ലേ എന്ന് സംശയം വരില്ല. എനിക്കൊന്നും സംശയം. അതുകൊണ്ട് ഞാൻ അതവിടെ മാറ്റിയിട്ടുണ്ട്. നമ്മളത് മാറ്റിയിട്ടുണ്ട്. മെഡിക്കൽ റെക്കോർഡ് ഈസ് അറേഞ്ച്ഡ് ഇൻ സെക്ഷൻസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പേഷ്യന്റ് കെയർ ഡിപ്പാർട്ട്മെന്റ്സ് വിച്ച് പ്രൊവൈഡ് ദ കെയർ ആൻഡ് ദ ഡാറ്റ. Hence the name source oriented medical record. ആ 2 പോയിന്റും നമ്മുടെ ഒന്നാമത്തെ എന്താ പറയാ ഫോർമാറ്റ് ആയ SOMR പെട്ടതാണ്. ആ 2 പോയിന്റ് ഒന്ന് ചെറിയൊരു ബോക്സ് ആക്കി, എന്നിട്ട് അവിടെ നിന്ന് ഒരു ആരോ മാർക്ക് SOMR കൊടുത്തേ. പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ആ 2 പോയിന്റ് ഉള്ളൂ SOMR-ന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? വായിച്ചാൽ നിങ്ങൾക്ക് ഒരു കണക്ഷനും കിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പിന്നീട് വായിച്ചു നോക്കുമ്പോൾ ഇതെന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായെന്നുള്ള രീതിയിലായി പോകും. അതുകൊണ്ട് SOMR സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡുകളുടെ അവിടെ SOMR ബോക്സ് ഇട്ടിട്ട് ആ ബോക്സിൽ എഴുതി വെച്ചോ. തെറ്റിപ്പോകരുത്, അല്ലെങ്കിൽ കണക്ഷൻ വിട്ടു പോകരുത്. ഞാൻ അത് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങൾ എഴുതാം. ഓക്കെ. അടുത്തത് POMR പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സിനെ കുറിച്ച് അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അത് വേറെ പേജിൽ താഴെ കിടക്കുന്നത് എവിടെയെങ്കിലും. ഓക്കെ, ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് അവിടെ വിശദീകരണമൊന്നുമില്ല.
അടുത്തത് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സിൽ വന്നതാണ് ബാക്കി അതിന് താഴെയുള്ള 4 പോയിന്റ്. അപ്പൊ അത് വേറെ ബോക്സിലാക്കിയിട്ട് അത് അതിന്റെ ബോക്സിന്റെ ഉള്ളിൽ നിങ്ങൾ POMR എഴുതാം. സോറി, ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് എഴുതാം. രണ്ടാമത്തെ POMRന്റെ എക്സ്പ്ലനേഷൻസോ അതുമായി ബന്ധപ്പെട്ട പോയിന്റുകളോ അവിടെ ഇല്ല. ക്ലിയർ ആയോ? നമുക്ക് എടുക്കണ്ടേ? ഓക്കെ, യെസ്. അപ്പൊ എല്ലാവരും ക്ലിയർ ആയിട്ടുണ്ടാവും. ഒന്നുകൂടി പറയണോ? SOMR, സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിൽ വരുന്നതാണ് ആ 4ാമത്തെ പോയിന്റ്. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ താഴെ കിടക്കുന്ന 2 പോയിന്റ്. മെഡിക്കൽ റെക്കോർഡ് ഈസ് അറേഞ്ച്ഡ് ഇൻ സെക്ഷൻസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പേഷ്യന്റ് കെയർ ഡിപ്പാർട്ട്മെന്റ്സ് വിച്ച് പ്രൊവൈഡ് ദ കെയർ ആൻഡ് ദ ഡാറ്റ. ഹെൻസ് ദ നെയിം സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. അതായത് നമ്മുടെ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഉറവിടം എന്നാണ് അർത്ഥം. അതായത് മെഡിക്കൽ റെക്കോർഡുകൾ എവിടെ നിന്നൊക്കെയാണോ നമുക്ക് ഈ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന ഇൻഫർമേഷൻസ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നു, അപ്പൊ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഒക്കെ കളക്ട് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നു. അത് റെക്കോർഡുകളാക്കി മാറ്റുക, മെഡിക്കൽ റെക്കോർഡ്സ് ആയിട്ട് മാറ്റുന്നു. അതുകൊണ്ടാണ് സോഴ്സ് ഓറിയന്റഡ്. ഇപ്പൊ ലാബിൽ നിന്ന് കളക്ട് ചെയ്തു, അതപ്പോ ആ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന ഇൻഫർമേഷൻ നമ്മൾ ലാബിൽ നിന്ന് കളക്ട് ചെയ്തു, അവിടുത്തെ അതൊരു സോഴ്സ് ആണ്. ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ നിന്ന് കളക്ട് ചെയ്തു, അപ്പൊ അതും ഒരു സോഴ്സ് ആണ്. അല്ലെങ്കിൽ മറ്റേ റേഡിയോളജി വിഭാഗത്തിൽ നിന്ന് കളക്ട് ചെയ്തു, അതൊരു സോഴ്സ് ആണ്. ഓക്കെ, OP ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് അവിടെ നിന്ന് കളക്ട്. അപ്പൊ ഇതൊക്കെ എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്തോ അതെല്ലാം അവിടുത്തെ സോഴ്സ് ആണ്. പേഷ്യന്റിനെ സംബന്ധിക്കുന്ന ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്ത ഉറവിടങ്ങളാണ്. അതുകൊണ്ട് അതിന് ആ പേര് വന്നു. എന്ത്? സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സ്. അത്രേ ഉള്ളൂ അതിന്റെ വിശദീകരണം അവിടെ കൊടുത്തേക്കണേ. ക്ലിയർ ആയോ? SOMR എന്താണെന്ന് മനസ്സിലായോ? സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു ഫോർമാറ്റ് ആണ്. ആ രീതിയിൽ നമുക്ക് മെഡിക്കൽ റെക്കോർഡ്സ് അറേഞ്ച് ചെയ്ത് വെക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ ആ പേര് വന്നത്? ബിക്കോസ് ദ ഇൻഫർമേഷൻസ് റിഗാർഡിംഗ് ദ പേഷ്യൻസ് ആർ കളക്ടഡ് ഫ്രം ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് വിച്ച് ദേ പ്രൊവൈഡ് ദ കെയർ. അതായത് പേഷ്യന്റിന് കൊടുക്കുന്ന കെയറിങ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ഉണ്ടോ അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന റെക്കോർഡുകൾ ആയതുകൊണ്ടാണ് അതിന് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന പേര് വന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തത് POMR എന്താണ്? പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് ആയതുകൊണ്ട് അത് അവിടെ ഇരിക്കട്ടെ, കാരണം അത് അവിടെ വേറെ വിശദീകരണം വന്നിട്ട്, അതുകൊണ്ട് അത് അന്നേരം പറയാം. അടുത്തത് എന്താ? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡാണ്. 3ാമത്തെയാണ് കേട്ടോ. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് 3ാമത്തെയാണ്. ഇനി അതെന്താ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ മെഡിക്കൽ റെക്കോർഡുകളെല്ലാം ഫോം ചെയ്യുന്നത് ക്രോണോളജിക്കൽ ഓർഡറിലാണ്. ക്രോണോളജിക്കൽ ഓർഡർ മീൻസ് അക്കോർഡിംഗ് ടു ഡാറ്റ. പക്ഷേ ഈ അക്കോർഡിംഗ് ടു ഡേറ്റുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത്? റെക്കോർഡുകളെല്ലാം ഫോം ചെയ്ത് വെക്കുന്നത്. അപ്പോ പക്ഷെ അങ്ങനെ വെക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ക്രോണോളജിക്കൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാ? സമയത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഏറ്റവും ആദ്യം വന്ന പേഷ്യന്റ് എവിടെ പോകും? അങ്ങനെയാണെങ്കിൽ സമയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ റെക്കോർഡ്സ് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ഏറ്റവും അവസാനം വന്നവരായിരിക്കും എന്താ വരിക? ഏറ്റവും മുകളിൽ. അതുകൊണ്ടാണ് അടുത്ത പോയിന്റിൽ അങ്ങനെ പറയുന്നത് ഇൻവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിൽ ഏറ്റവും അവസാനം വന്നവർ ഏറ്റവും മുകളിലിരിക്കും. മനസ്സിലായ? അവരുടെ ഫോമുകളും റെക്കോർഡുകളൊക്കെ മുകളിൽ പിന്നീട് അതിന്റെ താഴേക്ക് ഏറ്റവും ഓൾഡസ്റ്റ് വരുമ്പോഴേക്കും ഏറ്റവും പഴയത് ഏറ്റവും താഴെ ആയിരിക്കും ഇരിക്കുക. ആ രീതിയിൽ അറേഞ്ച് ചെയ്ത് എന്ത് ചെയ്യുന്നു? എല്ലാ റെക്കോർഡ്സും അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്ത് ക്രോണോളജിക്കൽ ഓർഡറിൽ എവിടെ വെക്കും? നഴ്സസ് സ്റ്റേഷനിൽ അത് ഓർഡറിൽ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഡാറ്റാസ് ഇൻഫോർമേഷൻസ് കിട്ടണമെങ്കിൽ മോസ്റ്റ് എന്താ പറയുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഇൻ ദ ഫ്രണ്ടിലായിരിക്കും, മുകളിലായിരിക്കും. ആൻഡ് ഓൾഡസ്റ്റ് ഇൻഫോർമേഷൻസ് എവിടെയായിരിക്കും? അറ്റ് ദ ബാക്ക് ആയിരിക്കും. ഓരോ സെക്ഷന്റെയും പുറകിലായിരിക്കുള്ളൂ ഓൾഡസ്റ്റ് ഇൻഫോർമേഷൻ വരിക. ആൻഡ് ഇതിനുശേഷം എന്ത് ചെയ്യും? എല്ലാം കഴിഞ്ഞ് പേഷ്യന്റ് അഡ്മിഷൻ ഉള്ള പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ ആഫ്റ്റർ ദ ഡിസ്ചാർജ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പറയുന്ന എല്ലാ റെക്കോർഡ്സും എന്ത് ചെയ്യും? റീഅറേഞ്ച് ചെയ്യും അല്ലെങ്കിൽ റീഓർഗനൈസ് ചെയ്യും. പിന്നീടായിരിക്കും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു പേഷ്യന്റിന്റെ എവിടെയെങ്കിലും മാറ്റി വെക്കാം. റീഓർഗനൈസേഷൻ ഒക്കെ ചെയ്യുന്നത് ഡിസ്ചാർജിന് ശേഷം മാത്രമായിരിക്കുള്ളൂ. അതല്ലാതെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിനെ മറ്റ് ഏതെങ്കിലുമൊക്കെ ചികിത്സയ്ക്കോ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന രീതിയിൽ ഇൻവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് നഴ്സസ് സ്റ്റേഷനിൽ സൂക്ഷിക്കും. അതിനുശേഷം പേഷ്യന്റ് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിയുമ്പോൾ പിന്നെ അത് റീഓർഗനൈസ് ചെയ്ത് എവിടെയാണോ ഫയലുകളിലാക്കി മാറ്റും. ഇതാണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ പ്രത്യേകത. മനസ്സിലായല്ലോ? ഡേറ്റ് വൈസ് ആയിരിക്കും, ഇൻവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും നഴ്സസ് സ്റ്റേഷനിൽ വെക്കുക. അന്നേരം നഴ്സസ് സ്റ്റേഷനിൽ വെക്കുമ്പോൾ മോസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അറ്റ് ദ ഫ്രണ്ട് ആൻഡ് ദ ഓൾഡസ്റ്റ് വൺ അറ്റ് ദ ബാക്കും ആയിരിക്കും ഉണ്ടാകുക. ആഫ്റ്റർ ദ പേഷ്യൻസ് ഡിസ്ചാർജ് വിൽ ബി ദീസ് റെക്കോർഡ്സ് വിൽ ബി റീഓർഗനൈസ്ഡ്. അതിനുശേഷമായിരിക്കും റീഅറേഞ്ച്മെന്റുകളൊക്കെ നടക്കുക. ക്ലിയർ? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സുകളുടെ കാര്യം മനസ്സിലായോ?
അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇതിനകത്ത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് SOMR ഫുൾ ഫോം, POMR ഫുൾ ഫോം. ഓക്കെ, മറ്റേതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് അടുത്തത് എന്താ? ഇനി നമ്മൾ സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറയുന്നുണ്ട്. ഗുണമുണ്ട് ദോഷമുണ്ട്, എല്ലാത്തിലും ഉണ്ടാവും അങ്ങനെ അല്ലെ, ഗുണം ദോഷം ഉണ്ടാവില്ല എല്ലാത്തിലും. ഓക്കെ, അപ്പൊ എന്താണ് ഗുണം നോക്കുക. കാരണം ഇവിടെ ഗുണം എന്താന്ന് വെച്ചാൽ പല പല ഡിപ്പാർട്ട്മെന്റുകളിൽ ഓരോരോ പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ എന്ത് റിപ്പോർട്ട്സ് ആണോ അവർക്ക് ഉണ്ടാക്കട്ടെ തയ്യാറാക്കണ്ടേന്ന് വെച്ചാൽ ആ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റുകളിൽ പോയിട്ട് അവരുടെ നടത്തിയിരിക്കുന്ന അസസ്മെന്റ്, ട്രീറ്റ്മെന്റ്, ഒബ്സർവേഷൻസ് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് പോയിട്ട് കളക്ട് ചെയ്യാൻ ഇറ്റ്സ് വെരി ഈസി അല്ലെ. ഇപ്പൊ ലാബ് ടെസ്റ്റ് നടത്തി, ഇന്ന പേഷ്യന്റിന്റെ ലാബ് ടെസ്റ്റ് നടത്തിയിട്ട് റിപ്പോർട്ട് വേണമല്ലോ, സോ കളക്ട് ഇറ്റ് ഫ്രം ദ ലബോറട്ടറി. ലാബിൽ പോയിട്ട് അത് കളക്ട് ചെയ്ത് കൊണ്ടുവരിക. അവിടെ ഉണ്ടാകും ആ പേഷ്യന്റിന്റെ അത്തരം കാര്യങ്ങളെ കുറിച്ച് ടെസ്റ്റ് ഒക്കെ നടത്തി അതിന്റെ റിസൾട്ടും മറ്റു കാര്യങ്ങളൊക്കെ പേഷ്യന്റിന്റെ പേരൊക്കെ എഴുതി അവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് എടുത്തുകൊണ്ടുവരാം. അങ്ങനെയാണ് പറയുന്നത്. അതെല്ലാം എളുപ്പം എടുക്കാൻ പറ്റും. അത് ട്രീറ്റ്മെന്റിന് ഫർദർ ട്രീറ്റ്മെന്റ് കൊടുക്കണമെങ്കിൽ ഇതൊക്കെ വെച്ച് നോക്കിയിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും അത് കളക്ട് ചെയ്തെടുക്കാം എന്നാണ് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ അഡ്വാൻറ്റേജിൽ പറയുന്നത്. ഇത് തന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തിരിച്ചും പറയുന്നത്. എന്ത്? അങ്ങനെ നമുക്ക് ലഭ്യമാക്കേണ്ട ഇത്തരം വിവരങ്ങള് ശേഖരിക്കുമ്പോൾ അറ്റ് ദ ഗിവൺ പീരീഡ്, അതിന് കുറെ സമയമൊന്നും എടുക്കാൻ പറ്റില്ല. ചിലപ്പോഴൊക്കെ ഇന്ന് വല്ലവർക്കൊക്കെ മാറിയും മറിഞ്ഞും ഇരിക്കുന്ന നമ്മളിങ്ങനെയൊക്കെ പഠിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയും. എന്താ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മുകളിൽ വരണം, ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളത് താഴെ പോകണം, ആ രീതിയിലൊക്കെ പറയും. പക്ഷെ പലപ്പോഴും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ചിലപ്പോൾ അതൊക്കെ ചിലപ്പോൾ സാധ്യമായെന്ന് വരില്ല. അപ്പൊ ചിലപ്പോൾ നമ്മൾ പോയിട്ട് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വേഗം പോയിട്ട് ആ പേഷ്യന്റിന്റെ ഇന്ന സാധനം കളക്ട് ചെയ്തിട്ട് വരാൻ പറയുമ്പോൾ അവിടെ ചിലപ്പോൾ ഡിലേ വരാൻ സാധ്യത. അപ്പൊ ആ ഗിവൺ ടൈം പീരീഡില് വെദർ ഓൾ ദീസ് തിങ്സ് ആർ ഗെറ്റിംഗ്, ആ ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നൊക്കെ അവര് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നുണ്ട്. ബിക്കോസ് ഓൾ ദീസ് റിപ്പോർട്ട്സ് ഓർ റെക്കോർഡ്സ് വിൽ ബി ഇൻ ദ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, പല പല ഡിപ്പാർട്ട്മെന്റിലല്ലേ. അപ്പൊ അതൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണം അവരുടെ രീതിക്കായിരിക്കും. അത് നമ്മൾ പോയിട്ട് ഇന്ന ആളുടെ തരാൻ പറഞ്ഞു കഴിയുമ്പോൾ അതിൽ നിന്നൊക്കെ എടുക്കാനൊക്കെ ഇച്ചിരി താമസമൊക്കെ വരുന്നതാണ് ആ പറഞ്ഞുകൊണ്ട് വരുന്നത്. അത്ര മനസ്സിലായോ? സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ അഡ്വാൻറ്റേജ് ആസ് വെൽ ആസ് ഡിസഡ്വാൻറ്റേജസ് എന്താ പറഞ്ഞേക്കണെന്ന് ക്ലിയർ ആയോ? എളുപ്പം പറ്റും, പല പല ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ട്, പോയി എടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഗിവൺ ടൈമില് ആ ഒരു സമയത്തിനുള്ളില് ആ പേഷ്യന്റിന് വേറെ ക്രിട്ടിക്കലാണ് അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് തന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണോ ട്രീറ്റ്മെന്റ് കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് ഇന്ന ഇൻഫർമേഷൻ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അവിടെ ഉണ്ട്, അത് പോയി വേഗം വാങ്ങിച്ചിട്ട് പോവാ, കാഷ്വാലിറ്റിയിൽ അവിടെ എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കും വേഗം പോയി വാങ്ങിച്ചിട്ട് പോവാ എന്നൊക്കെ പറയുമ്പോഴേക്കും ആ ആളെ കൊണ്ടുപോയിട്ട് ചിലപ്പോ 10 മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ. അതിലേക്ക് മുമ്പ് ഇവിടെ ഒരു 10 ആള് വേറെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോഴേക്കും ആ ആളുടെ റെക്കോർഡൊക്കെ അങ്ങോട്ട് ഇങ്ങനെ തിരിച്ചുമാറിട്ടൊക്കെ ഇരിക്കാൻ സാധ്യതയുണ്ട്. സോ ഇറ്റ്സ് നോട്ട് ഈസി. പെട്ടെന്ന് അത് പോയി കളക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ എളുപ്പമാണ്, പക്ഷെ പ്രാക്ടിക്കൽ ആക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ലാന്ന് ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് സൂചിപ്പിച്ചിരിക്കുകയാണ്. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? ഓക്കെ, അവിടെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അവിടെ നമുക്ക് പഠിക്കാനൊന്നും അങ്ങനെയൊന്നുമില്ല. അടുത്തത് POMR ആണ്, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. നമ്മൾ പറഞ്ഞില്ല. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് POMR, അതിന്റെ ഫുൾ ഫോം വേണം. മാത്രമല്ല ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോറൻസ് എൽ ബീഡ്. ലോറൻസ് എൽ ബീഡ് എന്ന് പറയുന്ന ഒരു ആളാണ് ഈ POMR, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്ന ഒരു ആശയം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പ്രോബ്ലം ഓറിയന്റഡ്, അതായത് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകൾ അതൊക്കെ സെപ്പറേറ്റ് കീപ്പ് ചെയ്യണം. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഇതൊരു ലോജിക്കൽ തിങ്കിങ്, അതായത് ഫിസിഷ്യൻസ് ഇവര് പേഷ്യൻസിന് കൊടുക്കുന്ന കെയറുകളുടെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചൊക്കെ മനസ്സിലാക്കി അത് ഡോക്യുമെന്റൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. അതായത് ഒരു പേഷ്യന്റ് തന്നെ മുന്നിൽ വന്നു, ഇത് എന്തെങ്കിലും തരത്തിലുള്ള ക്രിട്ടിക്കൽ സ്റ്റേജിലോ മറ്റൊക്കെയാണ് വന്നിരിക്കുന്നത്. സോ വാട്ട് വിൽ ഹാവ് ടു ബി ഗിവൺ, ഫസ്റ്റ് എയ്ഡ് ആയിട്ടോ മറ്റു രീതിയിലുള്ള ട്രീറ്റ്മെന്റോ എന്താണ് ചെയ്യേണ്ടത്. സോ ദേ ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പൊ പേഷ്യന്റ് വന്നിരിക്കുമ്പോഴായിരിക്കും കോമൺ ആയിട്ട് കാണുന്ന രോഗങ്ങളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് പ്രത്യേകതകളുണ്ട്. ഇന്ന് നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത രോഗങ്ങളായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള സിംറ്റംസ് ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇതിങ്ങനെയൊന്നും കേട്ടിട്ട് പോലും ഇല്ലല്ലോ, അപ്പൊ പുതിയതായിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. സോ ദേ ഹാവ് ടു തിങ്ക്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം, അസസ് ചെയ്യണം, വിലയിരുത്തണം. അതിനു വേണ്ടിയിട്ടുള്ള ചില പഠനങ്ങൾ നടത്തേണ്ടി വരും, ബുക്കുകൾ റെഫർ ചെയ്യേണ്ടി വരും, ഓക്കെ, ആരെങ്കിലുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടി വരും.
അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സമയമൊക്കെ എടുക്കും. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ചില ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നത്. എന്റെ പേഷ്യന്റിന് ഇങ്ങനൊരു രോഗമായിട്ട് വന്നു, സോ ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യമാണ് നമ്മൾ എന്റെ ഐഡിയയിൽ വന്നേ, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഡോക്യുമെന്റൈസ് ചെയ്ത് വെക്കുക, എന്ന് വെച്ചാൽ എഴുതി തന്നെ തയ്യാറാക്കി വെക്കുക. മനസ്സിലുണ്ടാവും, പക്ഷെ അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. കാരണം ഈ പേഷ്യന്റിനെ അങ്ങോട്ട് നീക്കി കഴിയുമ്പോൾ അടുത്ത പേഷ്യന്റ് അപ്പൊ തന്നെ വന്നു. മനുഷ്യന്മാരുടെ മനസ്സും എന്താ പറയാ ഓർമ്മശക്തിയാണ്, പെട്ടെന്നൊക്കെ അതിൽ നിന്നൊക്കെ നമ്മൾ മാറിപ്പോകാം. കാരണം അതിനേക്കാൾ സീരിയസ് ആയ മറ്റൊരാൾ കഴിയുമ്പോൾ ഇവിടെ ആയിരിക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പൊ നമ്മളുടെ ആ ഒരു ചിന്തകൾ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഡോക്യുമെന്റൈസ് ചെയ്ത് ഒരു ഫിസിഷ്യൻ അങ്ങനെ തന്റെ പേഷ്യന്റിനെ കൺട്രോൾ ചെയ്യുന്ന കെയർ ചെയ്യുന്ന സമയത്ത് അതൊക്കെ എഴുതി വെക്കുക എന്നുള്ളതാണ് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ദ ഫിസിഷ്യൻ ഹാവ് ടു എക്സ്പ്ലെയിൻ ഈച്ച് ആൻഡ് എവറി ക്ലിനിക്കൽ പ്രോബ്ലം. ആ പേഷ്യന്റിലുള്ള എന്തൊക്കെ പ്രോബ്ലംസ് ആണ്, ക്ലിനിക്കൽ പ്രോബ്ലംസ് ഇൻഡിവിജ്വലിയും അതുപോലെ തന്നെ അതിനുള്ള സൊല്യൂഷൻസും ഒക്കെ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഏതില്? പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സിൽ എന്താണോ പ്രശ്നമെന്നും ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻസ് എന്താണെന്നും ഒക്കെ അതിനകത്ത് ഡോക്യുമെന്റൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സ്. ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. POMR അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാട്ടോ. ക്ലിയർ അല്ലേ പറഞ്ഞത്? ക്ലിയർ? യെസ്. ഇനി ഈ POMR പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സിന് 4 ഭാഗങ്ങളുണ്ട്. 4 ഭാഗങ്ങളായിട്ടാണ് ഈ POMR. പ്രോബ്ലം ഓറിയന്റഡ്, ആ വാക്കിൽ നിന്ന് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡുകളുടെ 4 ഭാഗങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡാറ്റാബേസ്, പ്രോബ്ലം ലിസ്റ്റ്, ഇനീഷ്യൽ പ്ലാൻ ആൻഡ് പ്രോഗ്രസ് നോട്ട്സ്. ഒന്ന് ടിക്ക് ചെയ്തേക്കാം, ഇമ്പോർട്ടന്റ് ആണ്. ഡാറ്റാബേസ്, പ്രോബ്ലം ലിസ്റ്റ്, then initial plans and also progress notes. ഇനി അതെന്താണെന്ന് ഇവിടെ താഴെ പറയുന്നത്. എന്താണ് ഡാറ്റാബേസ്? ഇറ്റ് ഈസ് ദ മിനിമം സെറ്റ് ഓഫ് ഇൻഫർമേഷൻസ് വിച്ച് ഈസ് കളക്ടഡ് ഫ്രം ദ പേഷ്യന്റ്. അതായത് ഒരു പേഷ്യന്റിൽ വരുമ്പോൾ ആ പേഷ്യന്റിൽ നിന്നും ഏറ്റവും ചുരുങ്ങിയ രൂപത്തിലുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു പേഷ്യന്റ് അങ്ങ് മുന്നിൽ വന്നിരിക്കുമ്പോൾ തന്നെ മുഖം നോക്കിയിട്ട് നമുക്ക് രോഗം എന്താണെന്നും ആ രോഗത്തിന് മരുന്ന് കുറിക്കാനും ഡോക്ടർക്ക് പറ്റുമോ? ഇല്ല. മിനിമം കുറച്ച് കാര്യങ്ങൾ ആളിൽ നിന്നും നമ്മള് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ മിനിമം സെറ്റ് ഓഫ് ഇൻഫർമേഷൻ, അതാണ് ഡാറ്റാബേസ്. എന്താണ് ഇവിടെ ഡാറ്റാബേസ് ഉപയോഗിക്കണേ? ടു ഗിവ് ദ ഫർദർ ട്രീറ്റ്മെന്റ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ പേഷ്യന്റ്. ആ പേഷ്യന്റിന് വേണ്ട ചികിത്സ കൊടുക്കുന്നതിന് ഈ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൂടിയേ തീരൂ. അതിന്റെ റിസൾട്ട് ഞാൻ ചെന്ന് ഡോക്ടറുടെ മുമ്പിൽ ഇങ്ങനെ വെറുതെ ഇരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡോക്ടർക്ക് എന്റെ രോഗം എന്താണെന്ന് മനസ്സിലാക്കുമോ? ഞാൻ പറയണം കാര്യങ്ങള്, അല്ലെ? എനിക്കുള്ള വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ഞാനത് പറയണം. ശാരീരികമായ പ്രശ്നങ്ങള് അല്ലെങ്കിൽ അല്ലെ അങ്ങനെ പറയുമ്പോഴാണ് എവിടെന്ന് ഈ ആൾക്കുള്ള രോഗത്തിന്റെ ചികിത്സ തുടങ്ങേണ്ടത് എവിടെ നിന്ന് ഡോക്ടർക്ക് ഒരു ഐഡിയ വരുള്ളൂ. അതല്ലേ ശരി? അതിന്റെ അതിനെയാണ് നമ്മൾ ഡാറ്റാബേസ് വിളിക്കുക. ആ ഡാറ്റാബേസിൽ എന്തൊക്കെ പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ചീഫ് കംപ്ലൈന്റ് എന്ന് വെച്ചാൽ രോഗിയുടെ പ്രധാനപ്പെട്ട കംപ്ലൈന്റ് എന്താണ്, ഇപ്പോഴത്തെ അസുഖം, പ്രസന്റ് ഇൽനെസ്, പേഷ്യന്റ് പ്രൊഫൈൽ. പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ആളെ കുറിച്ചിട്ടുള്ള ഒരു അവലോകനം, മീൻസ് പേരും അഡ്രസ്സും വയസ്സൊക്കെ ബേസ് ചെയ്തിട്ട് ചികിത്സകളൊക്കെ കൊടുക്കുക, അല്ലെ? ഇപ്പൊ സർജറിക്ക് വേണ്ട ആൾക്കാണെങ്കിൽ ആളുടെ പ്രായത്തിനും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കണം. പിന്നെന്താ? സോഷ്യൽ ഡാറ്റ, അയാളെ സംബന്ധിക്കുന്ന മറ്റു വിവരങ്ങള്, അയാളുടെ പാസ്റ്റ് ഹിസ്റ്ററി. പാസ്റ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ജീവിതം എങ്ങനെയായിരുന്നു എന്നാണ്. അല്ല, അയാൾക്ക് എന്തെങ്കിലും പലതരത്തിലുള്ള രോഗങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. റിവ്യൂ ഓഫ് സിസ്റ്റം, ആളുടെ രോഗത്തെ കുറിച്ചുള്ള ഒരു അവലോകനം. ആ ഒരു നേരത്തെയുള്ള മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ നോക്കിയിട്ട് അതിനെ കുറിച്ചിട്ട് ഒരു അവലോകനം നടത്തുക. ഫിസിക്കൽ എക്സാമിനേഷൻസ് നടത്തുക. അതുപോലെ തന്നെ എന്തെങ്കിലും മറ്റ് ബേസ് ലൈനായിട്ടുള്ള ലാബോറട്ടറി ടെസ്റ്റുകളോ മറ്റൊക്കെ നടത്തിയതിന്റെ ഡാറ്റാസ് അതെല്ലാം കളക്ട് ചെയ്യുക. അതാണ് എന്ത് വിളിക്കുക? ഡാറ്റാബേസ് എന്ന് വിളിക്കുക. അപ്പൊ ഡാറ്റാബേസിനകത്ത് എന്തൊക്കെ പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ അതൊന്ന് ബ്രാക്കറ്റ് ഇടുക, അണ്ടർലൈൻ ചെയ്യുക, റീഡ് ചെയ്യാം. ഡാറ്റാബേസ് ഒന്ന് ബ്രാക്കറ്റിൽ ഇട്ടേക്കുക, ബിക്കോസ് അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ക്ലിയർ ആയോ? നെക്സ്റ്റ് വൺ പ്രോബ്ലം ലിസ്റ്റ് ആണ്. അടുത്തത് പ്രോബ്ലം ലിസ്റ്റ് ആണ്. ഇവിടെ പ്രോബ്ലംസ് ആണ്. എന്തായിരിക്കും പ്രോബ്ലംസ്? നമുക്കറിയാം. ഇവിടെ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ ഒരു പേഷ്യന്റ് മുന്നിൽ വന്നു കഴിഞ്ഞാൽ പ്രോബ്ലം ലിസ്റ്റിനകത്ത് വാട്ട് ഈസ് ദ പ്രോബ്ലം ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പേഷ്യന്റ്, അത് അതിന്റെ ഫ്രണ്ടിൽ തന്നെ കാണിക്കട്ടെ. പേഷ്യന്റിന്റെ രോഗം ഇതായിരുന്നു, ഇന്ന ഒരു കാര്യമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ഫ്രണ്ടിൽ ഏറ്റവും മുൻവശത്ത് ആ പേഷ്യന്റിന്റെ പ്രോബ്ലം എന്താണെന്ന് എഴുതിയിരിക്കണം. ഇനി അതിനുശേഷം ആ പ്രോബ്ലംസ് കണ്ടതിന് ശേഷമാണ് മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഡോക്ടേഴ്സും അതുപോലെ മറ്റാളുകളും ഒക്കെ എന്തൊക്കെ ഡയഗ്നോസ്റ്റിക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. മെഡിക്കൽ, സോഷ്യൽ, ഇക്കണോമിക്, ഡെമോഗ്രാഫിക് പ്രോബ്ലം എല്ലാം, ആളുടെ വൈദ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, ആളുടെ സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇക്കണോമിക് എല്ലാം തന്നെ പാസ്റ്റ് പ്രസന്റ് ഒക്കെ കളക്ട് ചെയ്യും. ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്.
അതായത് പേഷ്യന്റിന്റെ സകലമായ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രോബ്ലം എന്താണെന്ന് വ്യക്തമായിട്ട് ഫ്രണ്ടിൽ തന്നെ കൃത്യമായിട്ട് എഴുതുക. ഇനി അതിനുശേഷം ആഫ്റ്റർ ഫൈൻഡിങ് ദ പ്രോബ്ലം, ഈ പേഷ്യന്റിന്റെ പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, വാട്ട് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ഈസ് ടു ബി ഗിവൺ എന്നുള്ളത് കൺഫേം ചെയ്യുക, അഫേം ചെയ്യുക എന്നുള്ളതാണ് ഫിസിഷ്യന്റെ ഭാഗത്ത്. അപ്പൊ ആ കാര്യങ്ങൾ ആര് എഴുതണം, അതും പുള്ളിയുടെ പ്രോബ്ലം ആണ്. ആരുടെ, നമ്മുടെ ഫിസിഷ്യൻ ഉണ്ടാവും എന്ത് ട്രീറ്റ്മെന്റ് ആണ് ഇനി പ്രൊവൈഡ് ചെയ്യണ്ടേ എന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയൊരു തീരുമാനം എടുക്കാൻ പറ്റാതെയും ഇരിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, ഒരു ആശങ്ക അല്ലെ, എന്ത് ട്രീറ്റ്മെന്റ് ഉണ്ട്, അതാണ് അപ്രഹെൻഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു തരം ആശങ്ക, ഒരു ഭയം, അതായത് വാട്ട് ട്രീറ്റ്മെന്റ് വിൽ ബി ഗിവൺ. അപ്പൊ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കേണ്ടി വരും. അപ്പൊ പ്രോബ്ലം ആരുടെയും ഉണ്ട്, ഫിസിഷ്യന്റെ പ്രോബ്ലവും ഇതിനകത്ത് നമുക്ക് ഇതിലുണ്ട്. ചില രോഗങ്ങൾക്ക് ചിലപ്പോ അങ്ങനെ പെട്ടെന്ന് എടുത്ത് ചാടി നമുക്ക് ചികിത്സ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലം ആര് ഫേസ് ചെയ്യുന്നത്, ഫിസിഷ്യൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലവും അവിടെ എന്ത് ചെയ്യാം, പ്രോബ്ലം ലിസ്റ്റിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ഇനി പ്രോബ്ലംസ് കണ്ടെയ്നിങ് ഏതെങ്കിലും തരത്തിലുള്ള അബ്നോർമൽ ഫൈൻഡിങ്സ്, ഇപ്പൊ ഫിസിക്കൽ എക്സാമിനേഷൻ ഒക്കെ നടത്തി കഴിയുമ്പോൾ ആ പേഷ്യന്റിൽ അബ്നോർമൽ ആയിട്ട് എന്തെങ്കിലും കണ്ടെത്തലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്പെഷ്യൽ ഡയഗ്നോസ്റ്റിക് ട്രീറ്റ്മെന്റുകൾ വേണം, എന്തെങ്കിലും മറ്റേതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ രോഗത്തെ കുറിച്ചൊക്കെ അങ്ങനെ ഡയഗ്നോസിസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസ് അത് പുള്ളിക്കാരൻ അവിടെ ലിസ്റ്റിൽ എഴുതണം. അപ്പൊ ഇതൊക്കെ പ്രോബ്ലംസ് ആണ്, എല്ലാം പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ലിസ്റ്റിൽ വരെ, ഏതിലെ പ്രോബ്ലം ലിസ്റ്റിൽ വരാം. ഇനി മാത്രമല്ല, ചിലപ്പോ നമ്മൾ കണ്ടെത്തിയ പ്രോബ്ലംസിന് കൂടെ വേറെയും ചില പ്രശ്നങ്ങൾ പുരോഗമിക്കുന്നുണ്ടെങ്കിൽ, അതിൽ വന്ന മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഉണ്ടായിരുന്ന പ്രോബ്ലം മാറി കിട്ടിയതിന്റെ ഉണ്ടെങ്കിൽ, അങ്ങനെ അഡീഷൻസ് ആൻഡ് ഓൾസോ ചേഞ്ചസ് ക്യാൻ ബി മേഡ് ഇൻ ദിസ് പ്രോബ്ലം ലിസ്റ്റ്. പുതിയ പ്രോബ്ലംസ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തുണ്ടെങ്കിലും ഈ പ്രോബ്ലം ലിസ്റ്റിൽ ഉൾപ്പെടാവുന്നതാണ്. ഈ പ്രോബ്ലംസിനെ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം, ഡ്രോപ്പ് ചെയ്യാം, റിസോൾവ് ചെയ്യാം. എന്ന് വെച്ചാൽ എന്താ, കണ്ടെത്തിയ പ്രോബ്ലം നമ്മൾ മാർക്ക് ചെയ്യുന്നു, അത് ഏതെങ്കിലും ഒക്കെ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസോൾവ് ചെയ്യുന്നു, എന്തെങ്കിലുമൊക്കെ ഡ്രോപ്പ് ചെയ്യേണ്ട പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം. പ്രോബ്ലം ലിസ്റ്റിൽ എല്ലാം തന്നെ പ്രോബ്ലംസ് ആണ് റിഗാർഡിംഗ് ദ പേഷ്യന്റ് ആൻഡ് ഓൾസോ ഫിസിഷ്യനെ സംബന്ധിക്കുന്ന കാര്യം. ഫിസിഷ്യനെ സംബന്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ആ രോഗിയുമായി ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ, അല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നമൊന്നുമല്ല പ്രോബ്ലം ലിസ്റ്റിൽ കൊണ്ട് എഴുതി വെക്കേണ്ടത്. ക്ലിയർ ആണോ, മനസ്സിലായില്ലേ? POMR പ്രോബ്ലം, നമ്മുടെ POMRന്റെ പാർട്സുകൾ 4 ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഡാറ്റാബേസ് ആയിരുന്നു, രണ്ടാമത്തേതാണ് പ്രോബ്ലം ലിസ്റ്റിൽ. പ്രോബ്ലം ലിസ്റ്റിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് വരുന്നതെന്ന് കൂടി വായിച്ചു നോക്കാം. നെക്സ്റ്റ് വൺ എന്താ, ഇനീഷ്യൽ പ്ലാൻ ആണ്. ഇനീഷ്യൽ പ്ലാൻ എന്താ, ഇനീഷ്യൽ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു രോഗിയുടെ കാര്യങ്ങളൊക്കെ കേട്ടും അറിഞ്ഞൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ എന്താണ്, വാട്ട് ഈസ് പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണെന്നും, അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കണം, ട്രീറ്റ്മെന്റിന് ശേഷമുള്ള കണ്ടീഷൻസ് എന്താണ്, ആൻഡ് ഓൾസോ വാട്ട് ആൾ ഇൻസ്ട്രക്ഷൻസ് ടു ബി ഗിവൺ ടു ദാറ്റ് പർട്ടിക്കുലർ കണ്ടീഷൻ. ആ ഒരു പ്രത്യേക സാഹചര്യത്തിലെ അവസ്ഥയിൽ പേഷ്യൻസിന് കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻസ്, ഇതൊക്കെ എന്താണെന്ന് നേരത്തെ കൂടി ആര് പ്ലാൻ ചെയ്യും? രോഗിയെ കുറിച്ച് കണ്ടും കേട്ടൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്ലാൻ എടുക്കണം അല്ലെ. പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിനെ സംബന്ധിക്കുന്ന പ്ലാൻ ആകാം, അവർക്ക് കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ചാകാം, മെഡിസിൻസ്, എന്തായാലും അതിനെ കുറിച്ചൊക്കെ പ്ലാൻ ഇതൊക്കെ തുടക്കത്തിൽ ഉണ്ടാക്കേണ്ട പ്ലാൻ ആണ് ഡോക്ടേഴ്സ്, ഫിസിഷ്യൻസ്. ഇനി എന്താ പറയാ, പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇനിഷ്യൽ പ്ലാൻസിൽ എന്തെങ്കിലും ഡൗട്ടുകൾ, ഏതെങ്കിലും സംശയാസ്പദമായിട്ടുള്ള രോഗങ്ങൾ, ചിലപ്പോ സംശയം മാത്രമാണ്, ക്ലാരിഫിക്കേഷൻ ഇല്ലാത്ത രീതിയിലുള്ള ചില രോഗങ്ങളെ കുറിച്ചിട്ടൊക്കെ നോട്ട് ചെയ്യേണ്ടി വന്നാൽ റൂൾ ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, റൂൾ ഔട്ട് ചെയ്യാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒക്കെ എന്ത് ചെയ്യുക, ഈ ഇനീഷ്യൽ പ്ലാനിൽ അതിനെ കുറിച്ച് വ്യക്തമായിട്ട് എഴുതി വെക്കണം. പിന്നെ ഓരോ പ്രോബ്ലംസും കാറ്റഗറൈസ് ചെയ്ത് വേണം. കാറ്റഗറൈസ് എന്ന് പറയുമ്പോൾ ഓരോ അതിന്റെ സ്വഭാവം അനുസരിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് നമുക്ക് ഓരോ രീതിയിലുള്ള പ്രത്യേകം നേച്ചർ അനുസരിച്ച് ഇതിനെ ക്ലാസിഫൈ ചെയ്ത് വെക്കണം. അവരുടെ പ്ലാനുകൾ, ഇപ്പൊ പേഷ്യന്റിന്റെ പ്രോബ്ലംസിന്റെ എല്ലാം ഒരേ രീതിയിലുള്ളതായിരിക്കില്ല, രീതികൾ വ്യത്യാസം ഉണ്ടായിരിക്കും, അവർ കൊടുക്കുന്ന കെയറിങ്ങിലും മറ്റുമൊക്കെ. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് ഒരു പ്രത്യേക പ്ലാനിലൂടെ മാത്രമാണ് കാറ്റഗറൈസ് ചെയ്ത് വെക്കുക. പിന്നെ തെറാപ്പീസ് പ്രൊവൈഡ് ചെയ്യണോ, അതായത് മെഡിസിൻസ് ആയിട്ടോ അല്ലാതെയോ ഒക്കെ കൊടുക്കുന്ന തെറാപ്പീസ് ഒക്കെ ഉണ്ട്, അത്. പിന്നെ പേഷ്യന്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ, എന്തെങ്കിലും അവർക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പൊ ഒരു സർജറി നടത്തുന്നു, അപ്പൊ സർജറിയുടെ ആഫ്റ്റർ ഇഫക്റ്റുകളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും, അതുകൊണ്ടുള്ള ഗുണം ഉണ്ടെങ്കിൽ അതും പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് വരും. എന്നിട്ട് വേണം അവർക്ക് ചൂസ് ചെയ്യാൻ അതായത് അവർക്ക് പറ്റുന്നതാണോ എന്ന് അല്ലെ. അപ്പൊ അത് ചിലപ്പോൾ രോഗിയെ അറിയിക്കും, ചിലപ്പോൾ രോഗിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ, ഇപ്പൊ കുറച്ച് പ്രായം ചെന്നവരെ
പേഷ്യന്റിനെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യുക, നേരിട്ട് പേഷ്യന്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ, അവർക്ക് അത് ഉൾക്കൊള്ളാനോ പറ്റാത്ത ആ സാഹചര്യത്തിലാണെങ്കിൽ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ. അപ്പൊ അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ടുള്ള റിലേറ്റീവ്സിനോട് അവരൊക്കെ ആയിരിക്കും അത്തരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. എന്നിട്ടാണ് പ്ലാനിങ് ചെയ്യുക. ഇനീഷ്യൽ പ്ലാനിങ്ങിൽ പല പ്ലാൻസ് ആണ് അബൌട്ട് ദ ഹെൽത്ത് കെയർ ടു ബി പ്രൊവൈഡഡ് ടു ദ പേഷ്യൻസ്. പേഷ്യൻസിന്റെ അവസ്ഥ മനസ്സിലാക്കി അവർക്ക് കൊടുക്കുന്ന കെയറിങ്ങിനെ കുറിച്ചിട്ട്, ഡയഗ്നോസിസിനെ സംബന്ധിക്കുന്നത്, തെറാപ്പീസിനെ സംബന്ധിക്കുന്നത്, പേഷ്യന്റ് എഡ്യൂക്കേഷനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക നേരത്തെ. ഓക്കെ, അപ്പൊ ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞാൽ 5-6 മാസം മുമ്പോഴേക്ക് പ്ലാൻ ചെയ്യണമെന്നല്ല. അവരുടെ പേഷ്യന്റിനെ കണ്ടുമുട്ടി കഴിയുമ്പോഴാണ്, അവരുടെ വിവരങ്ങൾ മറ്റ് ശേഖരിച്ച് കഴിഞ്ഞിട്ടാണ് അത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വൺ പ്രോഗ്രസ് നോട്ട്സ് ആണ്. പ്രോഗ്രസ് നോട്ട് ആണ് അടുത്തത്. അപ്പൊ നമ്മള് ഈ പറയുന്ന പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രോബ്ലംസിനെ കുറിച്ചിട്ടും ഫോളോ അപ്പ് നടത്തുക. അതായത് നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ, പേഷ്യൻസിൽ കണ്ടെത്തിയ കാര്യങ്ങൾക്കൊക്കെ അതിന് ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഇടയ്ക്കിടയ്ക്ക് നോക്കുക, അതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ, നേരത്തെ ഉള്ളതുപോലെ തന്നെയാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ മനസ്സിലാക്കുക. ആപ്റ്റ് ആയിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി അതിന് ടൈപ്പ് ചെയ്ത് ഇന്നതാണ് ആരോഗ്യയുടെ അസുഖം അത് മനസ്സിലാക്കി അതിന് എന്താ പറയാ ടൈറ്റിൽ കൊടുക്കുക. മാത്രമല്ല അതിന്റെ നമ്പർ ചെയ്യുക. ആ ലിസ്റ്റുകൾക്കൊക്കെ ഓരോ നമ്പർ കൂടി പ്രൊവൈഡ് ചെയ്യുക. ഈച്ച് നോട്ട് ഈസ് പ്രിസൈഡഡ് ബൈ എ നമ്പർ ആൻഡ് ആക്ട് ടൈറ്റിൽ. ഓരോ പ്രോബ്ലംസും നോട്ടുകളാക്കി, പ്രോഗ്രസ് നോട്ടുകളാക്കി മാറ്റി മനസ്സിലാക്കിയതിനു ശേഷം എന്ത് ചെയ്യുക, അതിന് നമ്പർ കൊടുക്കുക, അതിന്റെ ടൈറ്റിൽ കൊടുക്കുക. ഈ നമ്പറും ടൈറ്റിലൊക്കെ കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സോപ്പ്. ഈ നമ്പർ ചെയ്യുന്നതൊക്കെ സോപ്പ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. സോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് സോപ്പ് ഒന്നുമല്ല. ഇവിടെ സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ് അസസ്മെന്റ് ആൻഡ് പ്ലാൻ എന്ന് പറയുന്ന സോപ്പാണ്. ഏതാണ്? സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ് അസസ്മെന്റ്, പ്ലാൻ. എന്താണിത് എന്ന് വെച്ചാൽ ഈ എന്താണ് സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് ഓർ പ്രിസീഡിങ് എ നോട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പ്രോഗ്രസ് നോട്ട് എന്ന്. ആ പ്രോഗ്രസ് നോട്ട് തയ്യാറാക്കുന്ന ഓരോ എലമെന്റുകളെ സംബന്ധിച്ച്, അതായത് ഓരോ പേഷ്യന്റിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ കുറിച്ച് നോട്ടുകൾ തയ്യാറാക്കുമല്ലോ. അതിനു വേണ്ടി തയ്യാറാക്കുന്ന ഒരു പ്രോസസ്, അതിന്റെ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സോപ്പ് എന്ന് വിളിക്കുക. സോപ്പ് ആ ഒരു ലെക്ചേഴ്സ് ആണ് ഇവിടെ, അതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് ശരിക്കും നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. എസ് ഫോർ സബ്ജക്റ്റ്, സബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എന്ത് സിംറ്റം, ആ രോഗിയുടെ സിംറ്റം എന്താണ്, രോഗത്തിന്റെ ആ ഒരു അടയാളം എന്തെങ്കിലുമൊക്കെ ഇതുണ്ടാവുമല്ലോ അത്. പിന്നെ ഒബ്ജക്റ്റീവ് എന്താണ് നമുക്ക് അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് മെഷർ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് അസസ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന കാര്യമാണോ, ഏത് നമ്മുടെ പേഷ്യന്റിലെ രോഗം മനസ്സിലായോ, എത്രത്തോളം ഒബ്സർവബിൾ ആണ്, നമുക്ക് എത്രത്തോളം പേഷ്യന്റിന്റെ രോഗത്തെ കുറിച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ്. അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ കണ്ടീഷനെ കുറിച്ചിട്ട് വിലയിരുത്തുക. ഇപ്പൊ എങ്ങനെയാണ് സ്റ്റേജ്, മോശമാണോ, വളരെ കുഴപ്പമില്ല, ആവറേജ് ആണോ, അല്ലെങ്കിൽ കുഴപ്പമില്ല, വളരെ ഓക്കെ ആണ്, അങ്ങനെയുള്ള അസസ്മെന്റുകൾ നടത്തുക. പിന്നെ എന്താണ് പ്ലാൻ, അതിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക. അപ്പൊ ഈ പറയുന്ന രീതിക്കായിട്ട് നമ്മൾ നോട്ട് തയ്യാറാക്കട്ടെ എന്നാണ് അവർ പറയുന്നത്. സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ് അസസ്മെന്റ്, പ്ലാൻ. അപ്പൊ SOAPയുടെ ഫുൾ ഫോം ഒന്ന് പഠിക്കണം. അതിനകത്ത് SOAPയില് A എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്, Pന്റെ അർത്ഥം എന്താ പറയാ വേർഡ് ഏതാണ്, O എന്താണ് എന്നൊക്കെ വേണമെങ്കിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു സോപ്പ് എന്നതിന്റെ ഫുൾ ഫോം, അതുപോലെ തന്നെ ആദ്യത്തെ സെന്റൻസ് ദ പ്രോസസ് ഓഫ് റിസീഡിങ് എ നോട്ട് ടു എനി ഓർ ഓൾ ഓഫ് ദ എലമെന്റ് ഫോളോയിങ്. താഴെ പറഞ്ഞിരിക്കുന്ന ഈ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിലേതെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു നോട്ട് പ്രൊസീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് സോപ്പ് എന്ന് പറയുന്നത്. ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം, അത് ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് സെന്റൻസ് സോപ്പിന്റെ അടിയിലുള്ളത്. പിന്നെ ആ വേർഡിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രോഗ്രസ് നോട്ടുകൾ POMR ഫോർമാറ്റില് എന്ന് വെച്ചാൽ പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് ഫോർമാറ്റില് നമ്മൾ പ്രോഗ്രസ് നോട്ടുകൾ എഴുതി തയ്യാറാക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് സോപ്പിംഗ്. സോപ്പിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകൾ ഫോർമാറ്റ് ചെയ്യേണ്ടത്. ഇനി അങ്ങനെ എഴുതുന്ന പ്രോസസ്സിനെ, അങ്ങനെ എഴുതി പ്രോഗ്രസ് നോട്ടുകൾ തയ്യാറാക്കുമ്പോൾ അതിനെ സോപ്പിംഗ് എന്ന് വിളിക്കും. അതുകൊണ്ട് ആ സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ദാറ്റ് മീൻസ് സോപ്പിന്റെ ഏറ്റവും ആദ്യത്തെയും അവസാനത്തെയും സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. മനസ്സിലായോ പറഞ്ഞത്? ഏതൊക്കെയാണ് അണ്ടർലൈൻ ചെയ്യാന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ?
യെസ്. അപ്പൊ അതിനകത്ത് അത്രയേ ഉള്ളൂ. പ്രോബ്ലം ഓറിയന്റഡ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനീഷ്യൽ പ്ലാന്, ഡാറ്റാബേസിൽ ഞാനത് ആ ഒരു പാരഗ്രാഫ് മാർക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഡാറ്റാബേസ്, പിന്നെ POMRന്റെ പാർട്സ്, ആ 4 ടിക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. അത്രവരെയല്ലേ പറഞ്ഞത്? പറഞ്ഞില്ലേ? ഇനി ലാസ്റ്റത്തേത് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെ വീണ്ടും ഇവർ പറയുന്നത്, അതായത് ഒരു ക്രോണോളജിക്കലിന്റെ ഇൻവേഴ്സ് ഫോമിലായിരിക്കണം എല്ലാ മെഡിക്കൽ റെക്കോർഡ്സും അറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി അപ്പൊ അങ്ങനെ വരുമ്പോ ഏറ്റവും മോസ്റ്റ് കറണ്ട് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എൻട്രീസ് അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ റെക്കോർഡും ബാക്കിയുള്ളതൊക്കെ താഴെ പോകണം. ആൻഡ് ആഫ്റ്റർ ദ ഡിസ്ചാർജ് ആയിരിക്കും ഇതെല്ലാം റീഓർഗനൈസ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് വേറെ രീതിയിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പേഷ്യൻസ് റെക്കോർഡുകളിനകത്ത് എന്തൊക്കെ പെടും? പേഷ്യന്റിന്റെ ഹിസ്റ്ററി വരും, പേഷ്യന്റിന്റെ ഫിസിക്കൽ എക്സാമിനേഷൻസ് വരും, പിന്നെ അതുപോലെ പ്രോഗ്രസ് നോട്ട് വരും, നഴ്സസിന്റെ നോട്ട് വരും. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. എക്സ്റേ റിപ്പോർട്ട് വരും, അഡീഷണൽ പ്രോഗ്രസ് റിപ്പോർട്ട്സ് വരും, ആൻഡ് കൺസൾട്ടേഷൻ റിപ്പോർട്ട്. ഇതെങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സിനകത്ത് പെടുമെന്ന്. തുടക്കം തുടങ്ങി അവസാനം വരെയുള്ളത് എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പൊ ഓരോ സ്ഥലത്തും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റെക്കോർഡുകൾ ഓരോന്നും എന്താ പറയാ റീഓർഗനൈസ് ചെയ്ത് എപ്പോ ആഫ്റ്റർ ദ ഡിസ്ചാർജിന് ശേഷം. ഓക്കെ, യെസ്. ഇനി എന്താണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും? അവിടെ നേരത്തെ നമ്മൾ SOMR എന്ന് പറഞ്ഞതുപോലെ ഇതിലുണ്ട്. അതുപോലെ തന്നെ എന്ത് അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഓൾ ഇൻഫോർമേഷൻസ്, അതായത് നമുക്ക് ഈ പറയുന്ന ഇന്റഗ്രേറ്റഡ് ആയതുകൊണ്ട് എല്ലാം നമ്മൾക്ക് വന്നിട്ട് കളക്ട് ചെയ്ത് റീഓർഗനൈസ് ചെയ്ത് വെക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു പേഷ്യന്റിന് when they come to the hospital and after the full episode of their care, അവരുടെ ആ ഫുൾ എപ്പിസോഡ് ഓഫ് കെയർ കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ല, നമുക്ക് ഇതിനെതിരെ കുറിച്ച് ഒരു പേഷ്യന്റിന്റെ ഒരു ക്ലിയർ കട്ട് പിക്ചർ നമുക്ക് ഈ ഒരൊറ്റ സ്ഥലത്ത് നിന്ന് കിട്ടും. അതാണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ പ്രത്യേകത. എല്ലാം കൂടി ഒരു സ്ഥലത്ത് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് എല്ലാ റെക്കോർഡ്സ് വിൽ ബി അവിടെ എവിടെ ആ ഒരു പ്രത്യേക സ്ഥലത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. പേഷ്യന്റിന്റെ ഇൽനെസ്, ട്രീറ്റ്മെന്റുകൾ, റെസ്പോൺസ് എന്തൊക്കെയാണോ എല്ലാം തന്നെ. അപ്പൊ ഈച്ച് ആൻഡ് എവറിത്തിങ് ആ പേഷ്യന്റിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് ഡിസൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ വളരെ റാപ്പിഡ് ആയിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഉള്ളതാണ് അതിന്റെ അഡ്വാൻറ്റേജിൽ പറയാം. പക്ഷേ ഇത് എല്ലാം തന്നെ പല പല ഡിപ്പാർട്ട്മെന്റുകളിലും ഒക്കെ കിടക്കുകയാണ്. എങ്കിലും എല്ലാം കൊണ്ടുവന്ന് വെക്കും. പക്ഷെ എന്താണെന്നറിയോ, ഇവിടുത്തെ പ്രത്യേകത ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡുകൾ ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് നോക്കിയെടുക്കാൻ പല പല ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് ഇത് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെക്കണം. പക്ഷെ ഇത് കളക്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ പല ഡിപ്പാർട്ട്മെന്റിൽ കിടക്കുന്ന ഇൻഫർമേഷൻസ് ഒറ്റയടിക്ക് ഒരു പേഷ്യന്റിന്റെ ആയിട്ട് അവിടെ കിടന്നുണ്ടാവില്ല. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പേഷ്യൻസിന്റെ കിടക്കില്ല. ഒരാളുടെ അവിടെ കഴിഞ്ഞു, അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ പിറ്റേ ദിവസം വീണ്ടും ഒരു ടെസ്റ്റ് നടത്തി, പിന്നെ ആളുടെ പേര് വരുന്നത് വേറെ സ്ഥലത്തായിരിക്കും. കാരണം ആ സീരിയൽ നമ്പർ അനുസരിച്ച് അവരവിടെ റെക്കോർഡ് ചെയ്ത് വെക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾക്ക് അവിടെ റെക്കോർഡ് ചെയ്യുന്നത് അവരുടെ സീരിയൽ നമ്പർ അനുസരിച്ചിട്ടായിരിക്കും. അല്ലാണ്ട് എല്ലാ പേഷ്യൻസിന്റെയും വേർതിരിച്ച് അവർ വെച്ചിട്ടാവില്ല. അപ്പൊ അതിൽ നിന്ന് കളക്ട് ചെയ്യുക എന്നുള്ളത് ഇച്ചിരി പാടുള്ള കാര്യമാണെന്നാണ് ഡിസഡ്വാൻറ്റേജിൽ പറയാം. അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ നോക്കി ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു ടൈമിൽ ഒരാൾക്കിടയിൽ ചെയ്യാനും എടുക്കാനും പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് അവിടെ റെക്കോർഡ് ചെയ്യുന്നു. അത് ഇനി പിന്നെ അടുത്ത ആള് വരുന്ന ആളുടെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ചിലപ്പോൾ ഇയാളുടെ വീണ്ടും ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു വേറെ സമയത്തായിരിക്കും കിട്ടുക. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇതിന് ഇന്റഗ്രേറ്റഡ് ആണെങ്കിൽ കൂടി മെഡിക്കൽ റെക്കോർഡ്സ് കൊണ്ടുവന്ന് റീഓർഗനൈസ് ചെയ്ത് വെക്കുന്നതിന് മുമ്പ് അത്തരം ചില പ്രശ്നങ്ങൾ ഇവർ ഫേസ് ചെയ്യുന്നുണ്ട്. അതാണ് എന്റെ എന്താ പറയാ നെഗറ്റീവ് ഇഫക്റ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സിനെ കുറിച്ച് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ. ക്ലിയർ ആയാലോ? മനസ്സിലായ? അപ്പൊ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ പോയിന്റുകൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് പേജിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ തന്നെ മതി. ഇനി ഇതിനകത്ത് എന്തൊക്കെയാണ് എന്താ പറയാ അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സിൽ എന്തൊക്കെ പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പാരഗ്രാഫ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് എന്തൊക്കെ വരും എന്നുള്ളത്. Last point, മൂന്നാമത്തെ point. So the patient record may have history and physical examination followed by a progress note, then a nurse's note, X-ray report, additional progress notes, and also consultation reports. അങ്ങനെ so on കുറെ എന്തൊക്കെയാണ് അതെല്ലാം അവിടെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം നമ്മൾ ആ ഒരു ചാപ്റ്റർ ചെയ്തു. കുറെ കാര്യങ്ങളൊക്കെ നമ്മള് പറഞ്ഞും അറിഞ്ഞൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അറിഞ്ഞതും മനസ്സിലാക്കുന്നതും വായിക്കുന്നതും ഒക്കെ എന്താ പറയാ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീണ്ടും ഒന്നുകൂടി വായിച്ചിട്ട് നോക്കുക. 1-2 പ്രാവശ്യമൊക്കെ
ആ ഓരോ PDF-കളും പിന്നെ അത് അടയാളപ്പെടുത്തി തരുന്നത് നിങ്ങളുടെ എക്സാമിന് വേണ്ടി, വായിക്കാൻ പറയുന്നത് നിങ്ങളുടെ നോളജിന് വേണ്ടി. രണ്ടാണ് ഓർക്കുക. നോളജിന് വേണ്ടിയും നമ്മൾ വായിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എക്സാം എന്നുള്ളത് മാത്രമായിരിക്കും നിങ്ങളുടെ മുമ്പിലുള്ള ആ ഒരു വലിയ കടപ്പാന്ന്, അയ്യോ ഇത് പരീക്ഷ ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി അങ്ങനെ വിചാരിക്കരുത്. കാരണം ഇതൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോ അവര് ചോദിക്കുന്നത് പരീക്ഷയിൽ എത്ര മാർക്ക് കിട്ടിയെന്നോ അല്ലെങ്കിൽ പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളായിട്ട് അവര് അവിടെ നിന്ന് ചോദിക്കുന്നൊന്നുമല്ല. അത് ഓൾറെഡി പരീക്ഷയിൽ കഴിഞ്ഞു പോയി. ഇനി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഈ പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ നിങ്ങളോട് ചോദിക്കുക. അപ്പൊ അതിനെ കുറിച്ച് അറിവുകൾ നമുക്ക് വേണമെങ്കിൽ ഈ PDF-കളൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഒന്ന് മറച്ചൊക്കെ നോക്കിക്കോ, ഓരോ ചാപ്റ്റേഴ്സും ലെസൺസും പരീക്ഷ കഴിഞ്ഞാലും ഒക്കെ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നമുക്ക് എടുക്കാനുള്ളത് എന്താ പറയാ, നമ്മളുടെ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. മെഡിക്കൽ ഇൻഷുറൻസ് 4ാമത്തെ മൊഡ്യൂളിലെ 1ാമത്തെ ചാപ്റ്റർ ആണ്. 4ാമത്തെ മൊഡ്യൂളിൽ 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മെഡിക്കൽ ഇൻഷുറൻസ് ആയിരിക്കും നമ്മുടെ അടുത്ത ദിവസത്തെ ക്ലാസ് എടുക്കുക, നെക്സ്റ്റ് ഫ്രൈഡേ. അപ്പൊ നിങ്ങൾ അതിന്റെ PDF ഒക്കെ ആയിട്ട് ഇരിക്കുക. ഓക്കെ, കാരണം ഇപ്പൊ അയ്യോ തേർഡ് മൊഡ്യൂളിൽ കഴിഞ്ഞില്ലല്ലോ പിന്നെ എനിക്ക് 4th മൊഡ്യൂളിലേക്ക് കടക്കുന്നതെന്ന് ചോദിക്കണ്ട. കാരണം എന്താണെന്നറിയോ, എനിക്ക് ആഴ്ചയിൽ ഒരു ക്ലാസ്സേ ഉള്ളൂ. ഞാൻ ആ ഒരു ചാപ്റ്റർ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അവര് ചിലപ്പോ അടുപ്പിച്ച് 2 ക്ലാസ് ഒക്കെ ടീച്ചേഴ്സിനുള്ളതുകൊണ്ട് അവർക്ക് 1-2 ക്ലാസ്സിൽ അടുപ്പിച്ച് വരുമ്പോ ഒരു പ്രത്യേകതയുണ്ട്. അത്ര വലിയ ലാഗ് വരില്ല. നിങ്ങൾ ഇതിപ്പോ ഞാൻ ഒരാഴ്ചയിൽ ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച വരുമ്പോ ചിലപ്പോ ഞാൻ കുറച്ച് മുമ്പിൽ നിന്ന് എടുത്തു പോകും. ചില കുട്ടികൾ ഇവിടെ പറയാനുണ്ട് മിസ് അതൊക്കെ എടുത്തു അടുത്ത ഇന്ന തുടങ്ങി എടുക്കേണ്ടതൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട് പല ക്ലാസ്സുകാരും. എന്തിനാന്നറിയോ, എന്റെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. കാരണം നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ടേ, അത് കഴിഞ്ഞ് നിങ്ങൾ ഒരുപാട് ചാപ്റ്റേഴ്സ് അതിന്റെ ഇടയിൽ കൂടി ബാക്കിയുള്ള ടീച്ചേഴ്സ് വന്നെടുത്ത് ഓരോരുത്തർ വന്ന് എടുക്കുമ്പോ അതൊക്കെ നിങ്ങൾ തലക്കേറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ ടോപ്പിക്കിലേക്ക് നിങ്ങളൊന്ന് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ. അത് അല്ലാതെ അറിയാൻ പാടില്ല എന്നിട്ടല്ലോ. ഇപ്പൊ ഇന്നത്തെ നമ്മൾ ക്ലാസ് എടുത്തപ്പോ നമ്മള് ഫയലിംഗ് സിസ്റ്റം തുടങ്ങി, സ്റ്റോറേജ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് തുടങ്ങി. ഞാൻ അതിന്റെ ആദ്യത്തെ തുടങ്ങി നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി. എന്തിനാ അത് നിങ്ങൾ അവിടേക്ക് ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ആ ഒരു പറയുന്ന അവിടെ കൊണ്ടുവരാൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടതാണ് എങ്കിലും കുറെ പേർക്കൊക്കെ ചിലപ്പോൾ അത് വിട്ടുപോയിട്ടാണ്. നമ്മൾ ബിസിയിലായിട്ടല്ലേ ഓരോ ദിവസവും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അതിനിടയിൽ കൂടെയാണ് ഈ പഠിത്തം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാണ് നമ്മൾ പറയുന്നത്. അപ്പൊ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്തുകൊണ്ട് ടീച്ചർ പോയി അവിടെ പോയി എടുക്കുന്നു? അത് 4th-ലല്ലേ കിടക്കണേ, ഞങ്ങളുടെ 3rd-ല് കഴിഞ്ഞിട്ടില്ല എന്നല്ല. എനിക്ക് ആഴ്ചയിൽ ഒരു ക്ലാസ്സേ വരുന്നുള്ളൂ. അപ്പൊ ഞാൻ 2, 2.5, 3 പേജ് എടുക്കുന്നത്. അത് പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ആഴ്ചയിൽ എനിക്ക് കിട്ടുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണെന്നാണ് ഞാൻ ഒരു മുൻകൂട്ടി എടുത്തതാ. ഇനി അവർ ചോദിക്കട്ടെ, ഇനി 3rd മൊഡ്യൂളുകളിലെ എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എടുക്കാനുണ്ട്? എന്തെങ്കിലുമൊക്കെ ചാപ്റ്റർ മിസ്സായി പോകണ്ടോന്ന് അറിയില്ലേ, ഇത് പറയാമോ? ഇന്നത്തെ ക്ലാസ് നമ്മൾ തീർന്നു. പോകുന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ് ഉണ്ട് കേട്ടാ. ടീച്ചറിന്റെ സോളി മിസ്സിന്റെ ക്ലാസ് ഉണ്ട്. ഞാൻ അതൊന്ന് ചോദിക്കുന്ന ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും കാര്യത്തിന് 1-2 മിനിറ്റ് മാറണമെന്നുണ്ടെങ്കിൽ മാറാം. നമ്മുടെ ആ റെക്കോർഡ്സ് ക്ലാസ്